പരീക്ഷണങ്ങളെക്കാൾ പരിചയസമ്പത്തിന് പ്രാധാന്യം നൽകി LDF മുന്നോട്ട് പോകുമ്പോൾ പുതുമുഖങ്ങളെയും താരപ്രഭയെയും ഉപയോഗിച്ചുള്ള പോരാട്ടത്തിനാണ് UDF ഒരുങ്ങുന്നത്. സിറ്റിംഗ് MLA-മാരുടെ ജനപ്രീതിയെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് CPIM തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നതെന്ന് വ്യക്തമാണ്. ഉപതെരഞ്ഞെടുപ്പിലടക്കം 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമടക്കം ഉയർത്തി പ്രചാരണത്തിനിറങ്ങാനും പാർട്ടി തുനിഞ്ഞേക്കും. അതേസമയം മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ നാണക്കേടിനെ രമേശ് പിഷാരടിയെ കളത്തിലിറക്കി പരിഹാരം കാണാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ പാർട്ടിയിൽ ഭിന്നാഭിപ്രായമുണ്ട്. എതിർപ്പുകൾക്കിടയിലും പിഷാരടിയെ വെച്ചൊരു സെലിബ്രിറ്റി പരീക്ഷണത്തിന് കോൺഗ്രസ് മുതിരുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. ഇതിനൊപ്പം പാലക്കാട് നഗരസഭ നേടിയതിൻ്റെ ആത്മവിശ്വാസത്തിൽ BJPയും മത്സരരംഗത്തെത്തുന്നതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാകും പാലക്കാട് ജില്ല സാക്ഷ്യം വഹിക്കുക. കഴിഞ്ഞ തവണ പാലക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തേക്ക് എത്തിയ BJP ഇത്തവണ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാകും കളത്തിലിറക്കുക. കോട്ടകൾ വിള്ളലില്ലാതെ കാക്കാൻ LDFനും തർക്കങ്ങൾ മറികടന്ന് വിജയം നിലനിർത്താൻ UDFനും തരംഗം സൃഷ്ടിക്കാൻ BJPക്കും ഈ തെരഞ്ഞെടുപ്പിൽ കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം.